Hello friends, my fish tank creation വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗപ്പീസിന്റെ സെലക്റ്റീവ് ബ്രീഡിങ്ങിനെ കുറിച്ചും ബ്ലൈൻഡ് ബ്രീഡിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഗപ്പീനെ കുറിച്ച് പറയാൻ നമുക്ക് എല്ലാവർക്കും ഗപ്പീനെ കുറിച്ച് അറിയാം. ഗപ്പീസ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രസവിക്കുന്ന ഇനത്തിൽപ്പെട്ട ഫിഷാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് ഗപ്പി ഫിഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഗോൾഡ് ഫിഷ് ആയിരിക്കും. മിക്കവാറും തന്നെ ഗപ്പി ഫിഷാണ് വാങ്ങിക്കാൻ സാധ്യത കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രസവിക്കുന്ന മീനായതുകൊണ്ട് നമുക്ക് ഇത് കുറേ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതൽ നമുക്ക് നല്ല പരിചയമുള്ള മീനാണ് നമ്മുടെ ഗപ്പി ഫിഷ്. ഈ ഗപ്പി ഫിഷിനെ വളർത്തുന്ന അധികം ആളുകളും പറയുന്നത് നമ്മൾ വാങ്ങിച്ച സ്ട്രെയിൻ പ്രസവിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വാങ്ങിച്ച അത്രയും ക്വാളിറ്റി കിട്ടുന്നില്ല. അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ മാത്രമാണ് ആ ക്വാളിറ്റിയിൽ കിട്ടി, അല്ലാതെ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും കറക്റ്റ് ആ ക്വാളിറ്റിയിൽ കിട്ടുന്നില്ല. അതെന്താ കാരണം എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പം നമുക്ക് അത് സെലക്റ്റീവ് ബ്രീഡിംഗ് വെച്ച് അത് നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാം. അപ്പോൾ സെലക്റ്റീവ് ബ്രീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഗപ്പീസിന്റെ കളർ കൂട്ടാനോ, അല്ലെങ്കിൽ അതിന്റെ വാലിന്റെ ഷേപ്പ് ക്ലിയർ ആക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഗപ്പീസിന്റെ വലിപ്പം കൂട്ടാനോ ഒക്കെ ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്. അതിന്റെ പേരാണ് സെലക്റ്റീവ് ബ്രീഡിംഗ് എന്നുള്ളത്. പിന്നെ ബ്ലൈൻഡ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതൊന്നുമില്ലാതെ സാധാരണ ഗപ്പികൾക്കാണ് ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, റാൻഡംലി ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ പേരാണ് ബ്ലൈൻഡ് ബ്രീഡിംഗ്. അതിനെക്കുറിച്ച് പ്രത്യേകം പറയാനൊന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് സെലക്റ്റീവ് ബ്രീഡിങ്ങിനെ കുറിച്ചാണ്. ആദ്യം തന്നെ സെലക്റ്റീവ് ബ്രീഡ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലോണം പേഷ്യൻസ് വേണം, നല്ല ക്ഷമ വേണം. നല്ല ക്ഷമ ഉണ്ടെങ്കിലാണ് അത് തന്നെയല്ല കുറേ ടൈം എടുക്കും നമുക്ക് സെലക്റ്റീവ് ബ്രീഡിങ്ങിൽ ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അതിന് കുറച്ച് പ്രൊസീജിയറൊക്കെ, കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ബ്രീഡിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഗപ്പീസിന്റെ ആ പെയർ ഹൈ ക്വാളിറ്റി ആണെന്ന് ഉറപ്പുവരുത്തണം. ലോക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്ന ഗപ്പീസ് ആണെങ്കിൽ അത് നമുക്ക് അതിനെ ഉറപ്പിക്കാൻ പറ്റത്തില്ല അത് ഹൈ ക്വാളിറ്റി ആണോ അല്ലെന്നൊന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയില് വേറെ സ്ട്രെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ വേറെ സ്ട്രെയിൻ ആയിരിക്കും. രണ്ടും പെയറാണെന്ന് പറഞ്ഞായിരിക്കും നമുക്ക് ചിലപ്പോൾ ഫിഷ് ഷോപ്പിൽ നിന്ന് തരുന്നത്. അപ്പോൾ നമുക്കത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈ ക്വാളിറ്റി മെയിലായിരിക്കും, പക്ഷേ ഫീമെയിൽ ഹൈ ക്വാളിറ്റി ആകണമെന്നുണ്ടാവില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ഹൈ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല നിങ്ങൾക്ക് അറിയാവുന്ന സത്യസന്ധന്മാരായ എല്ലാ ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ചെന്ന് കണ്ട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബ്രീഡേഴ്സ് ഉണ്ട് അത്യാവശ്യം അവർക്ക് നല്ല ബുദ്ധി കൂടുതലായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള സ്ട്രെയിൻ മറ്റൊരാളുടെ കയ്യിൽ വരാതിരിക്കാൻ വേണ്ടി അവർ ഹൈ ക്വാളിറ്റിയുള്ള ഫീമെയിൽസിനെ സാധാ ലോക്കൽ ഗപ്പീസിനൊപ്പം ഇട്ട് ചെറിയ ബ്രീഡ് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഈ രണ്ട് ഹൈ ക്വാളിറ്റിയുള്ള മെയിലും ഫീമെയിലും ഒരുമിച്ചിട്ടാലും അവർ ബ്രീഡായതിനു ശേഷം ഇറങ്ങുന്നത് നമ്മളെ നേരത്തെ ആ ബ്രീഡർ ചെയ്യിപ്പിച്ച ലോക്കൽ ഗപ്പീസിന്റെ സ്ട്രെയിൻ ആയിരിക്കും ഫസ്റ്റ് ബ്രീഡിങ്ങിൽ ആ ഫീമെയിൽ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ അവിടെ ചെന്ന് ബ്രീഡേഴ്സിന്റെ അടുത്ത് ചെന്ന് നോക്കി വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള പാരന്റ് സ്റ്റോക്കിന്റെ കുഞ്ഞുങ്ങൾ വലുതായിട്ട് അതിനകത്തുള്ള ഫീമെയിലിനെ കൊണ്ട് നമ്മുടെ പാരന്റ് സ്റ്റോക്കിലുള്ള മെയിലിനെ വെച്ചിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പാരന്റ് സ്റ്റോക്കിലുള്ള ഫീമെയിലിനെ വെച്ചിട്ട് നമ്മുടെ ആ ഫീമെയിലിന്റെ കുഞ്ഞ് വലുതായ മെയിലിനെ വെച്ചിട്ട് പാരന്റ് സ്റ്റോക്കിലുള്ള ഫീമെയിലിനെ വെച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കരുത്. നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾ ക്ലിയർ അല്ലാത്ത ഫെയ്ഡായ കുഞ്ഞുങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും പരമാവധി ശ്രദ്ധിക്കാൻ നോക്കുക. ഇതാണ് നമ്മുടെ കയ്യിലുള്ള പേഴ്സിനെ കൊണ്ട് സെലക്റ്റീവ് ബ്രീഡ് ചെയ്യിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് സെലക്റ്റീവ് ബ്രീഡിങ്ങിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതാണോ, അതായത് നമ്മുടെ ഫിഷിൻ്റെ കളർ കൂട്ടാനാണോ, അല്ലെങ്കിൽ നമ്മുടെ ഫിഷിൻ്റെ വലിപ്പം കൂട്ടാനാണോ, അല്ലെങ്കിൽ ഫിഷിൻ്റെ ഫിന്നിൻ്റെ ഷേപ്പ് ക്ലിയർ ആക്കാനാണോ, എന്താണോ അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരുപക്ഷെ നമുക്ക് ഈ സെലക്റ്റീവ് ബ്രീഡിന് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ നേരത്ത് ഒരുപക്ഷെ പെട്ടെന്ന് വലുതാവാം, പെട്ടെന്ന് കളർ വെക്കാം. ഇപ്പം നിങ്ങൾക്ക് കളർ വെക്കാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ആദ്യം തന്നെ കളർ വെക്കുന്നതിനെ എടുക്കരുത്. എല്ലാം വളർന്നിട്ട് എല്ലാം വലുതായിട്ട് അതിനകത്ത് ഏറ്റവും കളർ കൂടുതലുള്ളതിനെ എടുക്കണം. ഇപ്പം ഇനി നിങ്ങൾക്ക് ഫിഷിന് വലുപ്പം കൂട്ടാനാണെങ്കിൽ ഇതുപോലെ തന്നെ പെട്ടെന്ന് ചിലപ്പോൾ ഒരെണ്ണം വലുതാവായിരിക്കാം, പക്ഷെ അതിനെടുക്കരുത്. ഏറ്റവും എല്ലാം വലുതിന് ശേഷം അതിനകത്ത് ഏറ്റവും നല്ലത് വലുതിന് നോക്കിയെടുക്കണം. അതാണ് മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇത് പെട്ടെന്ന് വലുതായിട്ട് ഇതിൻ്റെ വളർച്ച പിന്നെ അത് നിന്ന് പോയേക്കാം. അതിൽ പറഞ്ഞാൽ കളർ പെട്ടെന്ന് കൂടിയിട്ട് ഒരു കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ നിൽക്കും. പിന്നെ അതിനുശേഷം പിന്നെ വളർച്ച ഉണ്ടാവില്ല, കളറൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതിനെ വെച്ച് നമ്മൾ പിന്നീട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ നേരത്ത് നമ്മുടെ അതിൻ്റെ കുഞ്ഞുങ്ങളും ഈ പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അത് പലരും ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല. ആദ്യം തന്നെ വലുതാവുന്ന ഫിഷിനെ എടുത്തിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കും. അങ്ങനെ ചില പ്രശ്നങ്ങളും ഇതിനകത്ത് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ഒരേപോലെ വലുതാവാൻ നോക്കുക. വലുതായിട്ട് അതിനുശേഷം അതിനകത്ത് ഏറ്റവും നല്ല കുഞ്ഞുങ്ങളെടുത്ത് മാറ്റുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 40 ലിറ്റർ വെള്ളത്തിൽ 12 ഗപ്പീസിനെ കൂടുതൽ ഇടാതിരിക്കാൻ നോക്കുക. 8 തൊട്ട് 12 ഗപ്പീസ് വരെ ഇടാൻ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച കുറയുകയും ചെയ്യും. പിന്നെ ഇത് നിങ്ങൾക്ക് സ്ട്രെസ് വന്നിട്ട് ചത്തുപോകാനും സാധ്യതയുണ്ട്. ഇത് വളർച്ച കുറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഫുഡ് അത് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഫിഷിനും ഈക്വലായിട്ട് കിട്ടണമെന്നില്ല. ചിലത് കൂടുതൽ തിന്നാം, ചിലത് കുറച്ച് തിന്നാം. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഫിഷിൻ്റെ ഗ്രോത്തും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ സ്ട്രെസ് വന്നിട്ട് ചാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ഈ 8 തൊട്ട് 12 വരെ മീനുകളൊക്കെ ഇടാൻ നോക്കുക. ഇനി വാട്ടർ ചേഞ്ചിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം നമ്മൾ കുറച്ച് മാറ്റി റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നല്ലത്. നമ്മൾ ഒരാഴ്ച ചെന്നിട്ട് ഒറ്റയടിക്ക് നമ്മൾ മാറ്റാൻ നേരത്ത് നമ്മൾ ആ ടാങ്കുകളിൽ അതായത് ആ അക്വേറിയത്തിലുള്ള ഫുള്ള് വെള്ളം മാറ്റിയിട്ട് നമ്മൾ വേറൊരു വെള്ളം നിറക്കാൻ നേരത്ത് ആ പുതിയ വെള്ളത്തിൻ്റെ നമ്മൾ മാറ്റിയ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും. നമ്മൾ നേരത്തെ ആ കിടന്ന മീനുകൾക്ക് നമ്മുടെ പുതിയ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാൻ നേരത്ത് നമ്മുടെ മീനുകൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി എല്ലാ ദിവസവും കുറച്ച് മാറ്റിയിട്ട് അതിനകത്ത് റീഫിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ടെമ്പറേച്ചർ എത്ര കീപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 തൊട്ട് 20 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മൾ സാധാരണ ഗപ്പീൻ്റെ അക്വേറിയത്തിൽ കീപ്പ് ചെയ്യേണ്ടത്. ഈ ടെമ്പറേച്ചറാണ്. ഇനി നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി അക്വേറിയം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം 23 തൊട്ട് 25 ഡിഗ്രി സെൽഷ്യസ് വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിലും സെലക്റ്റീവ് ബ്രീഡിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനകത്തേക്ക് എത്തിയിട്ടില്ല. അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫീഡിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോമ, ബ്രെയിൻ ഷ്രിമ്പ്, പിന്നെ ഗ്രിൻഡാറോ അതൊക്കെ കൊടുക്കാം നമ്മുടെ ഗപ്പീസിന്. പിന്നെ ഫ്രൈസിന് നമ്മൾ ഗപ്പി ഫ്രൈസിനൊക്കെ ഏകദേശം നമുക്ക് നമ്മുടെ ബേബി ബ്രെയിൻ ഷ്രിമ്പ്, മൈക്രോം അതൊക്കെ കൊടുക്കും. ഈ ലൈഫ് ഫുഡൊന്നും ഇല്ലാത്ത ആളുകൾ നമ്മുടെ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ എല്ലാം ഒന്ന് വെള്ളത്തിൽ കലത്തിയിട്ട് നമ്മുടെ ഫ്രൈസിന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതല്ലാതെ വേറൊരു ഫുഡുണ്ട്, നമ്മുടെ ചിക്കൻ്റെ ലിവർ ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫുഡുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെലക്റ്റീവ് ബ്രീഡിങ്ങിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നമ്മുടെ സെലക്റ്റീവ് ബ്രീഡിങ്ങിലേക്ക് കടക്കാം. സെലക്റ്റീവ് ബ്രീഡിങ്ങിൻ്റെ 1-2 സ്റ്റെപ്പുകൾ ചെറുതായിട്ട് ഞാൻ ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണതും അത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അല്ലാതെ ഞാൻ പറയുന്നത് മാത്രം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ക്ലിയർ ആവണമെന്നില്ല. അപ്പോൾ ഞാൻ അത് കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബ്രീഡിൻ്റെ ഒരു ചെറിയൊരു ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെയിലുള്ള മെയിലും ഫീമെയിലും നമ്മൾ ആദ്യമായിട്ട് എടുത്ത ഹൈ ക്വാളിറ്റിയുള്ള മെയിലും ഫീമെയിലും. അതിനെ നമ്മൾ 2 പ്രാവശ്യം ബ്രീഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബ്രീഡിങ്ങിനുള്ള കുഞ്ഞും രണ്ടാമത്തെ ബ്രീഡിങ്ങിനുള്ള കുഞ്ഞും നമ്മൾ ഒരു അക്വേറിയത്തിൽ മാറ്റി വെച്ച്, എന്നിട്ട് നമുക്ക് ഈ അക്വേറിയത്തിലുള്ള കുഞ്ഞിനെ രണ്ടിനെ നോക്കിയിട്ട് ഈ 2 അക്വേറിയത്തിലുള്ള ഏറ്റവും ക്വാളിറ്റി കൂടുതലുള്ള ഏറ്റവും കളറും നമുക്ക് ഏതാണോ നമ്മുടെ എയിം, അതായത് നമ്മൾ കളറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെങ്കിൽ ഇതിനകത്ത് 2 എണ്ണത്തിലും താരതമ്യം ചെയ്തിട്ട് ഏതാണോ കൂടുതൽ കളറുള്ളത് അതിനെ മാറ്റുക. ഇനി നമ്മൾ വലിപ്പമാണ് കൂടുതലുള്ളതെങ്കിൽ ഈ 2 കുഞ്ഞുങ്ങളിൽ നിന്നും ഏതിനാണോ ഏറ്റവും വലിപ്പം കൂടുതൽ അതിനകത്തുനിന്ന് ആ വലിപ്പം കൂടുതലുള്ളതിൽ നിന്ന് ഒരു മെയിലിനെ 3 ഫീമെയിലിനെ മാറ്റണം. നമുക്ക് ഒരു മെയിലിനെ 3 ഫീമെയിലിനെ ഈ 2 ബ്രീഡിങ്ങിൽ നിന്നുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് താരതമ്യം ചെയ്തിട്ട് ഏറ്റവും നല്ലത് ഏതാണോ അതിനകത്ത് മാറ്റണം. നമുക്ക് ഈ 2 എണ്ണത്തിന് 3 ഫീമെയിലും ഒരു മെയിലും കിട്ടി. ഈ മെയിലിനെ നമ്മൾ ഇവിടെ തന്നെ നിർത്തും. ഈ 3 ഫീമെയിലിനെ കൊണ്ട്, അതായത് ഈ മെയിലിനെ വെച്ചിട്ട് ഈ ഫീമെയിലിനെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് ഒരു സെറ്റ് കുഞ്ഞുണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ ഈ മെയിലിനെ വെച്ചിട്ട് ഈ ഫീമെയിലിനെ വെച്ചിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച് വേറൊരു സെറ്റ് കുഞ്ഞുണ്ടാക്കും. അതുപോലെ തന്നെ ഈ മൂന്നാമത്തേനും ഈ ഫീമെയിൽ വെച്ച് 3 സെറ്റ് കുഞ്ഞുണ്ടാക്കും. ഇനി നമുക്ക് ഈ മെയിലിനെ നമ്മൾ കോൺസെൻട്രേറ്റ് നിർത്താണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തുനിന്ന് ഇത്തരം സാഹചര്യം നമുക്ക് നല്ലൊരു ഫീമെയിലിനെ സെലക്ട് ചെയ്യണം. ഇത്രയും ബ്രീഡിങ്ങിന് നമുക്ക് നല്ലൊരു ഫീമെയിലിനെ സെലക്ട് ചെയ്യണം.
നല്ല ഫീമെയിലെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 എണ്ണത്തിലും ഏറ്റവും നല്ല നമ്മുടെ എയിം ഏതാണോ അതനുസരിച്ചുള്ള ഈ ഫീമെയിലുകളിലെ ഫ്രൈസിന് ഏതിനകത്താണോ നമ്മുടെ എയിം അനുസരിച്ചുള്ള നല്ല മെയിലുള്ളത് ആ ഫീമെയിലിനെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഫീമെയിലിനാണ് ഈ ഫ്രൈസിനാണ് ഏറ്റവും കൂടുതൽ നല്ല നമ്മുടെ എയിം അനുസരിച്ചുള്ള കളറാണെങ്കിൽ ഏറ്റവും കൂടുതൽ കളറുള്ള മെയിൽ ഈ ഫീമെയിലിനാണ്. ഈ ഫീമെയിൽ ഡെലിവറി ചെയ്ത കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കളർ കൂടുതലുള്ളതെങ്കിൽ നമ്മൾ ഇതിനകത്തു നിന്നുള്ള ഈ ഫീമെയിലിനെ എടുക്കും. അതല്ല ഇനി ഇതിനാണ് ഫീമെയിലിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതിനകത്തുള്ള ഫ്രൈസിനാണ് ആണുങ്ങൾക്ക് നല്ല മെയിലുള്ളത്. അതായത് ഈ ഫീമെയിലിൻ്റെ ഡെലിവറി ചെയ്ത ഫിഷിൽ നിന്നുള്ള മെയിലുകൾ ഏറ്റവും കൂടുതൽ ഹൈ ക്വാളിറ്റി തോന്നുന്നത് ഈ ഫ്രൈസിലുള്ള മെയിലുകൾക്കാണെങ്കിൽ നമ്മൾ ഈ ഫീമെയിലിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ എടുക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് 3 എണ്ണത്തിലും ഏത് ഫ്രൈസിനാണോ കൂടുതൽ മെയിൽ ക്വാളിറ്റി ഉള്ള മെയിൽ ഏതാണോ ആ ഫീമെയിലിനെ നമ്മൾ എടുക്കും. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ഏത് ഫീമെയിലിനാണോ ക്വാളിറ്റി ഉള്ള മെയില് ഫ്രൈസുകൾ ആ ഫീമെയിലിനെ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പം നമുക്കിവിടെ ഈ 3 എണ്ണത്തിൽ നിന്നും നല്ലൊരു ഫീമെയിലിനെ കിട്ടി, ഈ 3 ഫീമെയിലിൽ നിന്നും നല്ലൊരു ഫീമെയിലിനെ കിട്ടി. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത മെയിലില്ലേ ആ മെയിലിൽ വെച്ചിട്ട് പിന്നെ ഈ ഫീമെയിലെ കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിക്കും. നമ്മൾ ഈ മെയിലിനെടുത്തത് ഈ 2 ബ്രീഡിങ്ങിൽ നിന്നാണ്, ഈ ഫീമെയിലിനെടുത്തത് ഈ 3 ബ്രീഡിങ്ങിൽ നിന്നാണ്. അപ്പം നമുക്ക് ഇവിടെ നേരത്തെ എടുത്ത മെയിലും ഇവിടെ ഒരു ഫീമെയിലും കിട്ടി. ഇങ്ങനെ നമ്മൾ ഈ മെയിലും ഈ ഫീമെയിലും വെച്ച് നമ്മൾ വേറെ ബ്രീഡ് ചെയ്യിപ്പിക്കും. അതിനകത്ത് നമുക്ക് വേറെ കുഞ്ഞുങ്ങളും കിട്ടും. അതായത് നമ്മൾ ഇങ്ങനെ ഈ ലാസ്റ്റ് ഇതുപോലെ തന്നെ പിന്നെ ഇതുപോലെ തന്നെ ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ഉദ്ദേശം അനുസരിച്ചുള്ള നമ്മുടെ എയിം അനുസരിച്ചുള്ള ഫ്രൈസിനെ കിട്ടുന്നു. അതായത് നമ്മൾ കളർ കൂടുതലുള്ള ഫ്രൈസാണ് ഉദ്ദേശിച്ചെങ്കിൽ, കളർ കൂടുതലുള്ള ഗപ്പീസാണ് ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ ഈ സൈക്കിൾ ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ചുള്ള എയിം എത്തുന്നത് വരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ആ സ്ട്രെയിൻ വെച്ചിട്ട് നമ്മൾ പിന്നെ ബ്രീഡിങ് ചെയ്ത് നമ്മൾ കുഞ്ഞുങ്ങളുണ്ടാക്കും. അപ്പം നമ്മൾ ചോദിക്കും, ഈ ഫ്രൈസിലുള്ള നമ്മൾ എടുത്ത മെയിലും ഫീമെയിലും അല്ലാതെ കുറേ കുഞ്ഞുങ്ങളുണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത്, വലിയ ബ്രീഡേഴ്സൊക്കെ ചെയ്യുന്നത്, ഇതിനകത്തുനിന്ന് നമ്മൾ സെലക്ട് ചെയ്യാത്ത കുഞ്ഞുങ്ങളെ അവർ മറ്റുള്ള ഫിഷുകൾക്ക് ഫീഡായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവർ കളയെ അങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ ഇത് ഫീഡായിട്ടും കൊടുക്കേണ്ട, കളയും ചെയ്യേണ്ട. നമുക്കിത് കുറഞ്ഞ റേറ്റിൽ നമുക്കിത് വിൽക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിനകത്തുനിന്ന് ഇത്രയും ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് ഇതിനകത്തുനിന്ന് ഫ്രൈസിനെ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഇതിനകത്തുള്ള ഫീമെയിൽ ഏതാണ് നല്ലതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും ബ്രീഡിനകത്ത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഇത്രയും ബ്രീഡിങ്ങുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും ബ്രീഡിങ്ങുള്ള കുഞ്ഞും ഇവിടെ നടന്ന ഇതിനകത്ത് നമ്മൾ ആകെ എടുത്തേക്കാൻ ഒരു മെയിലും 3 ഫീമെയിലും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിൽക്കുകയും ചെയ്യാം. ലോ ക്വാളിറ്റി ആയതുകൊണ്ട് നമുക്ക് വില കുറഞ്ഞ് വിൽക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വലിയ അരോണയോ അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫുഡായിട്ട് കൊടുക്കാം, ഫീഡിങ്ങിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ മെയിനായിട്ട് ഇതാണ് സെലക്റ്റീവ് ബ്രീഡിംഗ് എന്നുള്ള ഇത്. അപ്പോൾ സെലക്റ്റീവ് ബ്രീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഫിഗറാണ് മെയിനായിട്ട് സെലക്റ്റീവ് ബ്രീഡിങ് എന്ന് പറയുന്നത്. ഇതിന് നല്ലോണം ക്ഷമ വേണമെന്ന്. ഇപ്പം ഈ 2 ബ്രീഡിങ് നമ്മൾ ചെയ്യിച്ച് ഇതിനകത്തുള്ള ബ്രീഡിങ്ങിൽ കുഞ്ഞുങ്ങൾ ഏകദേശം വളരാനായിട്ട് ഒരു 2 മാസം വേണ്ട, ഒരു മാസമെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ 2 ബ്രീഡിങ്ങിൽ 1 മാസം എടുത്ത് അപ്പം അങ്ങനെ നമ്മൾ ആ ബ്രീഡിങ് കഴിഞ്ഞ് പിന്നെ ഈ ബ്രീഡിങ് ചെയ്ത് അങ്ങനെ നമുക്ക് സമയം കുറേ നഷ്ടപ്പെടും. അതായത് എന്താ പറയുക, കുറേ നല്ല ക്ഷമ വേണ്ടി വരും. അത് അല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള കുഞ്ഞുങ്ങളെ വിൽക്കാം, അത് പോട്ടെ. പക്ഷെ നമുക്ക് പ്യുവർ സ്ട്രെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രെയിനായിട്ട് കിട്ടാനായിട്ട് ഇത്രയും ടൈം എടുക്കും. ഇതൊരു ലോങ് ടൈം റീസൈക്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഇത്രയും ബ്രീഡിങ് നമ്മളിവിടെ ചെയ്യിക്കുന്നുണ്ട്. അതിനകത്താണ് നമ്മൾ ആകെ ഒരു മെയിലിനെയും ഫീമെയിലിനെയും സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും വലിയൊരു റീസൈക്ലിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെലക്റ്റീവ് ബ്രീഡിങ്. ഇപ്പം നിങ്ങൾക്ക് സെലക്റ്റീവ് ബ്രീഡിങ്ങിൻ്റെ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ബ്ലൈൻഡ് ബ്രീഡിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇതിനെ തമ്മിൽ മാത്രം ബ്രീഡ് ചെയ്യിപ്പിക്കുക, അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക, അതിനാണ് ബ്ലൈൻഡ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. സെലക്റ്റീവ് ബ്രീഡിങ് ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് സെലക്റ്റീവ് ബ്രീഡിങ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഈ ബ്രീഡിങ്ങിനെ കുറിച്ചുള്ളൊരു പ്രചോദനം ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.